ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് 2 എവേ ഫ്രം ഡിസീസസ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റും അതിൻ്റെ നോട്ട്സും വീഡിയോസും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെസൺ ആയിട്ടുള്ള എവേ ഫ്രം ഡിസീസസിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയണത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു കുട്ടീനെ കാണിക്കാൻ ഒരു അമ്മ ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷനാണ് പിക്ചറിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ. അപ്പോൾ എന്താണ് പറയണത്? ഡോക്ടർ പറയാണ് ഇതൊരു വൈറൽ ഫീവറാണ്. വീട്ടിൽ ആർക്കെങ്കിലും വൈറൽ ഫീവർ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ എന്താ പറയണത്? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വേർ എഫക്റ്റഡ്. അതെ, സിസ്റ്ററിനും ഉണ്ടായിരുന്നു, പിന്നെ എനിക്കും ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫിഗർ. Did you read the conversation? What could be the reason for fever? അപ്പോൾ എന്തായിരിക്കും ഈ പനിയുടെ കാരണം? What should be done to prevent the spreading of the diseases to others? Write the names of diseases you know in your science diary. അപ്പോൾ എന്താണ്? അപ്പോൾ ഇങ്ങനെ ഈ പനി ഈ കുട്ടിക്ക് വരാനുള്ള കാരണം എന്താണ്? ഈ ചേച്ചിയുടേന്നും അമ്മയുടേന്നും പകർന്നതാണ് അല്ലേ? അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട്, അതിനെ തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന ഡിസീസസിൻ്റെ പേര് കൂട്ടുകാരെ സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പോൾ ഒരുപാട് ഡിസീസസ് ഉണ്ട്. ഫീവർ, ഹെഡേക്ക്, സ്റ്റൊമക്ക് പെയിൻ പറഞ്ഞിട്ട് ഒരുപാട് ഡിസീസസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയുന്ന ഡിസീസസ് അവിടെ എഴുതുക. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അപ്പോൾ ഈ ഡിസീസസിൽ എല്ലാം കമ്മ്യൂണിക്കബിൾ ആണോ? കമ്മ്യൂണിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികൾ, പകരുന്ന ഡിസീസസ് ആണോ? ചിലത് പകരും, ചിലത് പകരില്ല. പകരുന്നതുണ്ട്, പകരാത്ത ഡിസീസസും ഉണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും? അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ? പകർച്ചവ്യാധികൾ, അതായത് പകരുന്ന അസുഖങ്ങൾ. ഡെങ്കു ഫീവർ, ജോണ്ടിസ്, അങ്ങനത്തെ അസുഖങ്ങൾ എന്താ? ഒരാൾക്ക് വന്നാൽ അപ്പുറത്തെ ആൾക്കും പകരും. ഓക്കെ, ഫീവർ പോലത്തെ ഒക്കെ പകരും. ചിക്കൻ പോക്സ്, ട്യൂബർക്ലോസിസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉള്ള ഡിസീസസ് ആണ് ഈ ഡിസീസസ്. അപ്പോൾ അത്തരം ഡിസീസസിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, മലയാളത്തിൽ പകർച്ചവ്യാധികൾ എന്ന് പറയും. ഓക്കെ, ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസോ? ക്യാൻസർ, ഡയബറ്റീസ്, എപ്പിലെപ്സി, കിഡ്നി സ്റ്റോൺ, ഇനിയും ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2 എക്സാമ്പിൾ ഇവിടെ എഴുതി ചേർക്കുക. ഓക്കെ, communicable diseases are those which spread from one person to others. അപ്പോൾ എന്താണ് communicable disease? What is meant by communicable disease? Communicable diseases are those which spread from one person to another. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റാൾക്ക് പകരുന്ന ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാൻഡമിക്സ് എന്താ നോക്കി നോക്കാം. When communicable diseases spread to other countries or continents and affected a large number of people, it is called a pandemic. അപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? സ്പ്രെഡായിട്ട് അതർ കൺട്രീസിനും അതുപോലെ തന്നെ വേറെ കോണ്ടിനെൻസിനും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ലാർജ് നമ്പർ ഓഫ് ഒരുപാട് ആൾക്കാർക്ക് അസുഖം പകർന്നു. അപ്പോൾ അത്തരം അസുഖങ്ങൾ പകരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാൻഡമിക്സ്. അപ്പോൾ വാട്ട് ഈസ് കോൾഡ് പാൻഡമിക്? വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് എഫക്ട് a large number of people, it is called a pandemic. എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകർന്നിട്ട് അപ്പുറത്തെ കൺട്രിയിലേക്കും കോണ്ടിനെൻറ്റിനേഴ്സിലൊക്കെ പകർന്നിട്ട് ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് അസുഖം വന്നാൽ അതിനെയാണ് നമ്മൾ പാൻഡമിക്സ് എന്ന് പറയുക. ഓക്കെ, സ്മോൾ പോക്സ്,
tuberculosis, plague, COVID-19, etc. are some of the pandemics that we have survived. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്തിട്ടുള്ള ഇങ്ങനെ പകർന്നിട്ടുള്ള കുറച്ച് അസുഖങ്ങളാണ് ഏതൊക്കെ? സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ്, പ്ലാഗ്, അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന COVID-19. അതൊക്കെ ഈ പാൻഡമിക്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. Okay, aren't we more likely to get affected when we come into contact with someone who is sick? What cause communicable diseases? Can we see them? അപ്പോൾ എങ്ങനെയാണ് ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്നത്? അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ഈ പകരുന്നതിന് നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറൊക്കെ നമുക്ക് ഈ ലെസൺ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, pathogens. Most communicable diseases are caused by microorganisms like bacteria, virus, and fungi that cannot be seen with the naked eyes. They are called pathogens because they cause diseases. അപ്പോൾ എന്താണ് ഈ സാധാരണ ഉള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് സാധാരണ ഉള്ള പകരുന്ന അസുഖങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ് മൂലമാണ് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ്? ബാക്ടീരിയ, വൈറസ്, ഫംഗൈ എന്ന പോലത്തെ മൈക്രോ ഓർഗാനിസം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇത്തരം മൈക്രോ ഓർഗാനിസംസ് ആണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? പാത്തോജൻസ്. അതിനെ എന്തുകൊണ്ടാണ് പാത്തോജൻസ് എന്ന് വിളിക്കുന്നത്? അത് ഡിസീസസ് ഉണ്ടാക്കുന്ന കാരണം. അപ്പോൾ എന്താണ് പാത്തോജൻസ്? വാട്ട് ആർ കോൾഡ് പാത്തോജൻസ്? മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് ആൻഡ് ഫംഗൈ ദാറ്റ് cannot be seen with the naked eyes. They are called pathogens. അപ്പോൾ എന്താണ് ഈ മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ഒരുവിധം എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ഉണ്ടാക്കുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ എന്ന പോലത്തെ മൈക്രോ ഓർഗാനിസംസ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇത്തരം മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ എന്ത് പറയുന്നു? പാത്തോജൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് എന്ത്? നേക്കഡ് ഐ കൊണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഈ മൈക്രോ ഓർഗാനിസംസിന്. അപ്പോൾ ഇതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ആദ്യത്തേത് ഏതാ? ബാക്ടീരിയയുടെ വ്യൂ ആണ്. ദെൻ രണ്ടാമത്തെ വൈറസിൻ്റെ വ്യൂ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്. നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. അപ്പോൾ എന്താണ്? എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്തല്ല? പാത്തോജൻസ് അല്ല. ദേ ആർ ബെനഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ? നല്ല ബാക്ടീരിയാസും ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. അപ്പോൾ ഈ ഇത്തരം നല്ല ബാക്ടീരിയാസ് എന്തിനു ഉപയോഗിക്കും? നമ്മുടെ ഡൈജഷനും അതുപോലെ തന്നെ ഫുഡ് അബ്സോർപ്ഷനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ഡൈജഷനും ഫുഡ് അബ്സോർപ്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. There are many instances where microorganisms can be useful to us. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. ദോശ ബാറ്റർ ഈസ് ഫെർമെൻറ്റഡ് ബൈ സർട്ടൻ ബാക്ടീരിയ. അപ്പോൾ അത്തരം ഒരു ബാക്ടീരിയയാണ് എന്തുണ്ടാക്കുന്നത്? ഈ ദോശമാവിനെ ഫെർമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദോശമാവിൻ്റെ തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ ഉണ്ടാക്കുന്നത് എന്താണ്? അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. Bacteria and fungi break down organic matter and add it to the soil. എന്താണ്? ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് എന്തായിരിക്കും? അത് സോയിലിലേക്ക് ആഡ് ചെയ്യും. ഫൈൻ മോർ ഇൻസ്റ്റൻസസ് മൈക്രോ ഓർഗാനിസംസ് ആർ ബെനഫിഷ്യൽ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇത്തരം ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഈ ബാക്ടീരിയ നമുക്ക് യൂസ്
യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ദോശ ബാറ്ററിൻ്റെ പോലെ ഫുഡ് ഡൈജഷന് സഹായിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് സയൻസ് ഡയറിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ട്സ് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ ആൻസറൊക്കെ. ഓക്കെ, ദ വേൾഡ് ഓഫ് ഫംഗൈ. അപ്പോൾ ഇത് എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫോണ്ട് ഓൺ clothes. They are all fungi. Candida, Cryptococcus and Histoplasma are some of the fungi that causes diseases to humans. The world of fungi includes everything from edible mushroom to those that cannot be seen with the naked eyes. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ ബ്രെഡ് മോൾഡിലും അതുപോലെ തന്നെ ക്ലോത്ത്സിലുമൊക്കെ എന്താണ് ഒരു ബ്ലാക്ക് മോൾഡ് നമ്മൾ കാണാറുണ്ട്. അതായത് ബ്രെഡ് 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ അതും എങ്ങനെ ഫംഗൈ വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഫംഗൈയിൽ പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ പരത്തുന്ന കുറച്ച് ഫംഗൈകളാണ് ഏതൊക്കെ, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. ഏതൊക്കെയാണ്, കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ് ആൻഡ് ഹിസ്റ്റോപ്ലാസ്മ. ഓക്കെ, ഹൗ ഡിസീസസ് സ്പ്രെഡ്. അപ്പോൾ എങ്ങനെയാണ് ഡിസീസസ് സ്പ്രെഡ് ആവുന്നത്, ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണ്. ഒബ്സർവ് ദ illustration and find out the situation in which diseases spread. അപ്പോൾ എന്താണ്, താഴെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഡിസീസ് സ്പ്രെഡ് ആവുന്നത് എന്നത്. അപ്പോൾ എന്താണ്, കുറേ വൃത്തിയില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തുറന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഹൗസ് ഫ്ലൈസും മോസ്കിറ്റോസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഈ ചുമയ്ക്കുമ്പോൾ അത് മറ്റൊരാളുടെ മേത്തേക്ക് ആയാൽ അപ്പോൾ അങ്ങനെ ഡിസീസസ് സ്പ്രെഡ് ആവാം. ഇനിയിപ്പോൾ ഈ ഫ്രൂട്ട്സിലൊക്കെ ഇരുന്നിട്ടുള്ള മോസ്കിറ്റോസും ഹൗസ് ഫ്ലൈസൊക്കെ ഇനി വേറെ സ്ഥലത്ത് പോയാൽ അവിടെയും ഡിസീസസ് സ്പ്രെഡ് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഡിസീസസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ്കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ്. അപ്പോൾ നമ്മൾ ചുമക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മുടെ നോസും മൗത്തും ഹാൻഡ് കർച്ചീഫായിട്ട് കവർ ചെയ്യണം എന്ന് പറയുന്നത്, എന്താണ്, നമ്മളിൽ നിന്ന് നമ്മുടെ ഡിസീസസ്, അപ്പോൾ ഇത്തരം വഴി നമ്മുടെ ഡിസീസസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേറൊരാളിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. വാട്ട് ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് കവർ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈച്ച വന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടെയും ഡിസീസസ് സ്പ്രെഡ് ആവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇതിൽ നിന്നും ഈ മോസ്കിറ്റോൾസിൽ നിന്നും ഹൗസ് ഫ്ലൈസിൽ നിന്നും ഒക്കെ ഒരുപാട് ഡിസീസസ് നമുക്കും വരും. ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്കും ആ ഡിസീസസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കവർ ചെയ്ത് വെക്കണമെന്നത്. In what ways do disease-causing microorganisms enter the human body? Discuss and complete the idea chart. അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഐഡിയ ചാർട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹൗ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദ ബോഡി ആൻഡ് ദ ഡിസീസസ് ദേ കോസ്. അപ്പോൾ എങ്ങനെയാണ്, നോട്ട് ത്രൂ വെക്റ്റേഴ്സും. അപ്പോൾ വെക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടും വെക്റ്റേഴ്സ് അല്ലാണ്ടും, അതായത് മണ്ണിലൂടെ, സോയിലൂടെ, ഫുഡിലൂടെ ഒക്കെ, അതാണ് വെക്റ്റേഴ്സ് അല്ലാണ്ട്. വെക്റ്റേഴ്സ് ആയതിലൂടെ എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈസ്, ഹ്യൂമൻസ്, ബേർഡ്സ്. അപ്പോൾ അങ്ങനെയും ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നോട്ട് ത്രൂ വെക്റ്റേഴ്സിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ത്രൂ സോയിലും മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ത്രൂ സോയിൽ, ത്രൂ എയർ, ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പോൾ ത്രൂ സോയിൽ വേം ഡിസീസസ്. അപ്പോൾ വേം ഡിസീസസ്, ടെറ്റനസ് ഒക്കെ, അതൊക്കെ സോയിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുക. ഇനി ത്രൂ എയർ ആണെങ്കിലോ TB, ചിക്കൻ പോക്സ്. ഇനി നെക്സ്റ്റ് വാട്ടർ, അതുപോലെ ഫുഡിൽ നിന്ന് കോളറ, ടൈഫോയിഡ്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. ഓക്കെ, ഇനി വെക്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്താൽ, മോസ്കിറ്റോന്നും ഹൗസ് ഫ്ലൈസ്, ഹ്യൂമൻസ്, ബേർഡ്സ്. മോസ്കിറ്റോന്ന് നമുക്ക് ഡെങ്കു ഫീവർ, മലേറിയ, ചിക്കൻ ഗുനിയ. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. മോസ്കിറ്റോയിൽ നിന്ന് ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, മലേറിയ. ഇനി ഹൗസ് ഫ്ലൈസിൽ നിന്നാവുമ്പോഴോ ഡയറിയ, കോളറ. ഇനി ഹ്യൂമൻസിൽ നിന്നാവുമ്പോഴോ ലെപ്രോസി, ഡിഫ്തീരിയ, COVID-19 ഒക്കെ എങ്ങനെയാണ് ഹ്യൂമൻസിലൂടെ സ്പ്രെഡ് ആവുന്നതാണ്. ഇനി ബേർഡ്സിലൂടെ ആണെങ്കിൽ ബേർഡ് ഫ്ലൂ. ഓക്കെ.
Now you know that diseases spread through various ways. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ഒരുപാട് വേസിലൂടെ നമുക്ക് ഡിസീസസ് വരാം. ഹൗ മെനി ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസംസ് were you able to identify? അപ്പോൾ എന്തോരം ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസംസ് ഉണ്ട്? വെക്ടേഴ്സ് നമുക്ക് നോക്കി നോക്കാം. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. ഹൗസ് ഫ്ലൈ, റാറ്റ്, ഫ്ലീ, മോസ്കിറ്റോ, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്ടർ ഓർഗാനിസംസ്. അപ്പോൾ എന്താണ് വെക്ടേഴ്സ്? വാട്ട് ആർ കോൾഡ് വെക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസംസ്. അതായത് ഈ ഡിസീസ് ക്യാരിയിങ് ഓർഗാനിസത്തിനെ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നവരാണ് ആര്? വെക്ടേഴ്സ്. അപ്പോൾ കുറച്ച് വെക്ടേഴ്സിന് എക്സാമ്പിളാണ് ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, ദെൻ മോസ്കിറ്റോ, ബാറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് വെക്ടേഴ്സിന് എക്സാമ്പിൾ. അപ്പോൾ ഇത്തരം ഓർഗാനിസംസ് ആണ് നമ്മുടെ ബോഡിയിൽ ഡിസീസസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ടുവരുന്നത്. When the surroundings became polluted, observe the illustration 2.4. Do similar condition exist in your surroundings? അപ്പോൾ എന്താണ് താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആകെ വേസ്റ്റും അതിങ്ങനെ ബേർഡ്സും അതുപോലെ തന്നെ ഡോഗ്സും മോസ്കിറ്റോസും ഫ്ലൈസും ഒക്കെ ഇതിൻ്റെ അടുത്തുനിന്ന് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോയ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഡിസീസസ് കോസ് ചെയ്യുന്ന എല്ലാ സിംറ്റംസും ഉണ്ട്. അപ്പോൾ അത്തരം കുറച്ച് പിക്ചേഴ്സാണ് താഴെ തന്നിരിക്കുന്നത്. Write down the condition in which vectors multiply. അപ്പോൾ വെക്ടേഴ്സ് ആയിട്ടുള്ള ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ്, അപ്പോൾ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ ഹൗസ് ഫ്ലൈ ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ്, റോട്ടിംഗ് ഫുഡ്, മാനുവർ ആൻഡ് അതർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഇതിലൂടെ ഒക്കെ അതായത് ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ്, അപ്പോൾ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഡംപ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹൗസ് ഫ്ലൈസ് മൾട്ടിപ്ലൈ ആവാൻ ചാൻസ് ഉണ്ട്. റോട്ടിംഗ് ഫുഡ്, നാശമായിട്ടുള്ളതൊക്കെ ഫുഡ്, ദെൻ മാനുവർ ആൻഡ് അതർ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ ഓർഗാനിക് മാറ്റർ ആയിട്ടുള്ള മാനുവറിൽ നിന്നൊക്കെ എന്താണ് ഹൗസ് ഫ്ലൈസ് സ്പ്രെഡ് ചെയ്യും. നെക്സ്റ്റ് മോസ്കിറ്റോ ആണ്. മോസ്കിറ്റോസ് എങ്ങനെ? മോസ്കിറ്റോസ് ബ്രെഡ് as discarded plastic bags, bottles, coconut shell and stagnant water. അപ്പോൾ ഈ മോസ്കിറ്റോസ് എങ്ങനെയൊക്കെയാണ് ബ്രീഡ് ചെയ്യുക? ഈ പ്ലാസ്റ്റിക് ബാഗ്സിൽ, അതുപോലെ തന്നെ ബോട്ടിൽസിൽ, കോക്കനട്ട് ഷെൽസിൽ, സ്റ്റാഗ്നൻറ്റ് വാട്ടറിലൊക്കെ ഈ മോസ്കിറ്റോസ് സ്പ്രെഡ് ആവും. അപ്പോൾ അതിനുള്ള കാരണം അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. അതുകൊണ്ടാണ് വീടിൻ്റെ അവിടെ എവിടെയും ചെറുതായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് പറയണത്. ഓക്കെ, ഇനി നെക്സ്റ്റ് റാറ്റ് ആണ്. റാറ്റ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ആവുക? അർബൻ ഏരിയാസ് വിത്ത് ദ പുവർ സാനിറ്റേഷൻ. അപ്പോൾ ഏർബൺ ഏരിയാസിൽ അത്തരം നല്ല വൃത്തിയൊക്കെ കുറച്ച് കുറവാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എന്താണ്? റാറ്റ്സ് ഉണ്ടാവും. പ്ലേസസ് വിത്ത് അബണ്ടൻറ്റ് ഫുഡ് വേസ്റ്റ്, അപ്പോൾ എന്താണ്? ഫുഡ് വേസ്റ്റ് ഒരുപാടുള്ള സ്ഥലങ്ങളിൽ റാറ്റ്സ് മൾട്ടിപ്ലൈ ആവും. ദെൻ ക്ലച്ചേർഡ് ഏരിയാസ് വിത്ത് പ്ലൻറ്റി ഓഫ് ഹൈഡിങ് സ്പോട്സ്, സ്വിയേഴ്സ് ആൻഡ് ബേസ്മെൻറ്റ്സ്, അഗ്രികൾച്ചർ ഏരിയാസ് വിത്ത് സ്റ്റോർഡ് ഗ്രെയിൻസ് ഓർ ലൈഫ് സ്റ്റോക്ക് ഫീഡ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താണ്? റാറ്റ്സ് മൾട്ടിപ്ലൈ ആവും. What can we do control vectors? Discuss in the class and write down in the science diary. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഇനി നമ്മൾ പാർട്ട് 2 നമ്മൾ നോട്ട്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.